ഫൈൻഡ് ദി 12th ടേം. അതായത് A12 കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. വാസ് 8th ടേം 192. അതായത് A8 എന്ന് പറയുന്നത് 192 ആണ്. പിന്നെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കോമൺ റേഷ്യോ ഏതാ 6 അല്ലേ, 6 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന് മുന്നേ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, AN എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A into R raised to n-1 അല്ലേടാ? A into R raised to n-1 അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോണം, ഈ A8നെ എയ്ത്ത് ടേം ഇല്ലേ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A into R raised to 8 - 1 അല്ലേ? അതായത് A into R raised to 7 അല്ലേടാ ഈ 192 എന്ന് പറയുന്നത്? 192 എന്ന് പറയുന്നത് എന്താ? A into R raised to 7 അല്ലേ? അതായത് അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് R equal to 2 എന്ന് തന്നിട്ടുണ്ട്. R equal to 2 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് എഴുതാം? A into 2 raised to 7 equal to 192 എന്ന് എഴുതാം. ഇനി ഇതിൽ എനെ കണ്ടുപിടിക്കണമെങ്കിൽ A നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A equal to 192 divided by ഈ 2 raised to 7നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും അല്ലേ? അപ്പൊ എന്താ? 192 divided by 2 raised to 7. 2 raised to 7 എത്ര കണ്ടുപിടിക്കുന്നത്? യെസ്, 128 ആണ്. 128 ആണ്. അപ്പൊ 192 ഡിവൈഡ് ബൈ 128 വരും. ഈക്വൽ ടു എന്താ വരുന്നത്? 1.5 വരും. ഈക്വൽ ടു 1.5 വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു? A കണ്ടുപിടിച്ചു, R നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരെയാ വേണ്ടത്? യെസ്, നോക്കിയടാ, A12 കണ്ടുപിടിക്കണം. A12 കണ്ടുപിടിക്കണം. അതായത് എന്താണ്? A ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ആണെങ്കിൽ A12 എന്ന് പറയുന്നത് A ഇൻറ്റു R raised to 12 - 1 അല്ലേ? അതായത് A ഇൻറ്റു R raised to 11 അല്ലേ വരുന്നത്? അപ്പൊ എന്ത് വരും? AR raised to 11 വരും. A എന്ന് പറയുന്നത് 1.5 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 1.5 ഇൻറ്റു 2 raised to 11 ഈക്വൽ ടു എന്ത് വരും? 1.5 ഇൻറ്റു 2 raised to 11 എത്ര? യെസ്, 2048 ആണ്. അപ്പം 1.5 ഇൻറ്റു 2048 വരും. ഈക്വൽ ടു എന്താ വരുന്നത്? 3072 വരും. 3072 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്.